ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നോമ്പ് ധ്യാനചിന്തയുടെ 12-ാം ദിവസമായ ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 47 മുതൽ 51 വരെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 47 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം നാം ഒന്ന് പഠിക്കുവാൻ ശ്രമിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, സ്വർഗരാജ്യം എങ്ങനെയാണ് എന്നത് ലളിതമായ രീതിയിൽ ഉപമകളിലൂടെ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് വ്യക്തമാക്കി കൊടുക്കുന്നു. ഈ അധ്യായത്തിൽ 7 ഉപമകളാണ് ഉള്ളത്. വിതയ്ക്കുന്നവൻ്റെ ഉപമയിൽ തുടങ്ങി എല്ലാവിധ മീനുകളെയും പിടിക്കുന്നതായ വലയെപ്പറ്റിയുള്ള ഉപമയോടുകൂടെയാണ് മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അവസാനിക്കുന്നത്. ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അവസാന ഉപമയായ വലയുടെ ഉപമയെപ്പറ്റിയാണ്. ഈ ഉപമയുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിലൊന്ന് 2 തരം മനുഷ്യർ, രണ്ടാമത്തേത് 2 തരം പ്രതിഫലം. സമൂഹത്തിൽ നാം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും 2 തരത്തിലുള്ള മനുഷ്യരുണ്ട്. അതിൽ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നന്മയുടെ മാർഗത്തിൽ നടക്കുന്ന മനുഷ്യരാണ്. നന്മയുടെ മാർഗത്തിൽ നടക്കുന്നവരായ മനുഷ്യർ ദൈവഹിതം അറിഞ്ഞ് ജീവിക്കുന്നു. ദൈവത്തിൻ്റെ മന്ദിരമാണ് തങ്ങൾ എന്നുള്ള ബോധ്യമുള്ളവരാണ് അവർ ഓരോരുത്തരും. അവർ മറ്റുള്ളവരെ കരുതുകയും സഹായിക്കുകയും ചെയ്യുന്നു. ദൈവഹിതത്തിനൊത്തവണ്ണം ജീവിക്കുന്നു. എന്നാൽ മറ്റൊരു കാറ്റഗറിയാണ് തെറ്റായ മനുഷ്യർ. ലോകമോഹങ്ങളിൽ ജീവിക്കുകയും തെറ്റായ മാർഗത്തിൽ സഞ്ചരിക്കുകയും ദൈവഹിതത്തിനെതിരായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യർ. ഇങ്ങനെയുള്ള 2 മനുഷ്യരെ പറ്റിയാണ് ഈ ഉപമയിൽ വ്യക്തമാക്കുന്നത്. ഇങ്ങനെയുള്ള 2 മനുഷ്യർക്കും ലഭിക്കുവാൻ പോകുന്ന പ്രതിഫലത്തെ പറ്റിയാണ് രണ്ടാമതായി എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. നല്ല മനുഷ്യരുടെ പ്രതിഫലം എന്നത് സ്വർഗരാജ്യമാണ്. സ്വർഗരാജ്യം എന്നത് നിത്യമായ ഒന്നാണ്. അവിടെ ദുഃഖമില്ല, എപ്പോഴും സന്തോഷമായിരിക്കും. ഭൂമിയിൽ ചെയ്യുന്ന നന്മകളുടെ പ്രതിഫലം എന്നത് ദൈവം നമുക്കായി ഒരുക്കുന്ന സ്വർഗരാജ്യമാണ്. എന്നാൽ നാം ഈ ജീവിക്കുന്ന ഭൂമിയിൽ നാം തെറ്റുകൾ ചെയ്യുമ്പോൾ ലോകാവസാനത്തിൽ നമുക്ക് ലഭിക്കുന്നത് നിത്യമായ നരകമായിരിക്കും. അവിടെ എരിയുന്ന തീച്ചൂളയും കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ലോകത്തിലെ ക്ഷണികമായ സന്തോഷങ്ങൾക്ക് വേണ്ടി നാം തെറ്റിലകപ്പെട്ടു പോകുമ്പോൾ നമ്മെ കാത്തിരിക്കുന്നത് നിത്യമായ നരകം എന്നതാണ് എന്ന് നാം പലപ്പോഴും മറന്നു പോകുന്നു. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ഓരോരോ മൺപാത്രങ്ങളാണ്. ദൈവം നമ്മെ മെനഞ്ഞ് നല്ല രീതിയിൽ ഈ ഭൂമിയിൽ ആക്കി വച്ചിരിക്കുന്നു. തെറ്റായ സാഹചര്യങ്ങളിൽ എത്തിച്ചേരാൻ ഒരു നിമിഷം മതി. എന്നാൽ തെറ്റിനെ അതിജീവിച്ച് ഈ നോമ്പുകാലത്തെ ദൈവത്തോട് ചേർന്ന് ഒരു നല്ല മനുഷ്യനായി തീർന്ന് സ്വർഗരാജ്യം എന്ന നല്ല പ്രതിഫലം കൈവശമാക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.